to 90 Plus, India's first animated live tuition. Hello everyone. ആ ക്യാമറ ഒക്കെ എല്ലാരും പെട്ടെന്ന് ഓൺ ചെയ്തേ. യെസ്, കുറെ പേര് വിചാരിക്കുന്നുള്ളൂ മിസ് എന്തെങ്കിലും മഞ്ഞിച്ചിരിക്കണേന്ന്. അതൊക്കെ നമ്മുടെ അർജുൻ സാറിന്റെ ഓരോരോരോ കലാവിരുതുകൾ. ഞാൻ മഞ്ഞിച്ചിരിപ്പിട്ടുന്നാലും കുഴപ്പമില്ല, ഒരു വെറൈറ്റി, കുറച്ച് മഞ്ഞിച്ചിരിക്കാം. യെസ്, എല്ലാരും ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്തേ. ശ്രീനദിക, യെസ് ശ്രീനദിക, പെട്ടെന്നായിക്കോട്ടെ. ശ്രീയ, നജ, ശ്രീനദികയുടെ കൂടെ സ്റ്റാർട്ടിങ്ങിൽ ശ്രീനദികയുടെ അനിയത്തിയും കൂടെ ഉണ്ടായി. പക്ഷെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൾ ഓടിപ്പോയെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ടായിരുന്നു. യെസ്. സോ എല്ലാവരും മിസ്സിനെ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നുണ്ടാവും അല്ലേ? You all seeing me for the first time, right? ഒന്ന് നോട്ട് ചെയ്ത എല്ലാവരും ആണോ അല്ലയോ? ചേട്ടാ, കുറെ പേര് അവിടെ നിന്നുണ്ട്. യെസ് മിസ്. ഓക്കെ, സോ മിസ് എന്ത് ചെയ്യാം? മിസ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തരാം. മിസ്സിന്റെ പേര് മഹിമ. ഓക്കെ, മിസ്സിന്റെ പേര് എന്താ? മഹിമ. ഇനി മാർക്ക് ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ മിസ് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ബേസിക് സയൻസ് ആയിരിക്കും. ഏത് ക്ലാസ്സാ? ബേസിക് സയൻസ്. ഇഷ്ടമാണോ നിങ്ങൾക്ക് ബേസിക് സയൻസ്? ഇഷ്ടമാണോ? നമുക്ക് ശ്രീനദികയോട് തന്നെ ചോദിക്കാം. സർ, ശ്രീനദികയെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. യെസ് കുട്ട, ഇപ്പൊ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്തേ. ഹായ്. അനിയത്തിയുടെ പേരെന്താ കുട്ടാ? ശ്രീ സാത്വിക. അമ്മേ, ശ്രീ സാത്വിക. ശ്രീനദികനെ വീട്ടിൽ എന്താ വിളിക്കുക? നന്ദു. മതി, വളരെ എളുപ്പമുള്ള പേര്, എനിക്ക് കിട്ടുന്നില്ല. ശ്രീ നന്ദിക എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെ. ഓക്കെ ഫൈൻ. അനിയത്തിനെ എന്താ വീട്ടിൽ വിളിക്കുക? ശ്രീകുട്ടി. ഓക്കെ, ഇപ്പൊ അവിടെ എങ്ങനെയുണ്ടോ? നല്ല മഴയാണോ? ഇല്ല, മഴ തീർന്നു. ഇപ്പൊ മഴയില്ല. ഓക്കെ, ബേസിക് സയൻസ് എങ്ങനെയാ? ഇഷ്ടമാണോ? ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് ഏതാ സ്കൂളില്? ബേസിക് സയൻസ്. ഓക്കെ, ബേസിക് സയൻസും ഇഷ്ട, സോഷ്യലും ഇഷ്ട. വെരി ഗുഡ്. സാധാരണ എനിക്ക് അങ്ങനെ കേൾക്കാറില്ല. ചിലവർക്ക് സയൻസ് ഇഷ്ടം, സയൻസ് ഇഷ്ടമുള്ളവർക്ക് സോഷ്യൽ ഇഷ്ടമല്ല, സോഷ്യൽ ഇഷ്ടമുള്ളവർക്ക് സയൻസ് ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ രണ്ടും ഇഷ്ടമാണ്. വെരി ഗുഡ്. സോ വെൽക്കം ടു ദ സെഷൻ. ഓക്കെ, യെസ് സർ. നമുക്ക് ഇനി ആരാന്നറിയോ? ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്ന ഫിദനെ വിളിച്ചാലോ? ഫിദ, തേർഡ് റോ, സെക്കൻഡ് വൺ. ഫിദ കുട്ടി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേടാ. ഹായ് ഫിദ. എന്ത് പറ്റി? ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് ക്യാമറയുടെ ബാക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു. എന്ത് പറ്റി ക്യാമറ ഓൺ ചെയ്യാത്തെ? ഒന്നല്ല മിസ്സേ, ഞാൻ മിസ്സിനെ ആദ്യമായിട്ട് കാണുന്നോണ്ട് ചെറിയൊരു നാണം. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട, വേറെ ആർക്കും ഫിദനെ കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ എന്തിനാന്നറിയോ ക്യാമറ ഓൺ ചെയ്യാൻ പറയുന്നേ? നമ്മൾ ഓൺലൈൻ ക്ലാസ് അല്ലേ നടത്തുന്നേ. സോ നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്തിരുന്ന മിസ്സിന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് നിങ്ങൾ ക്ലാസ് കേൾക്കണോന്നൊക്കെ അറിയണ്ടേ ഫിദ? ഫിദ ഒരു കാര്യം അറിഞ്ഞോ? വെക്കേഷൻ ഒക്കെ തീരാനായി അല്ലേ? എന്ത് തോന്നുന്നു വെക്കേഷൻ തീരാനായപ്പോ? വെക്കേഷൻ തീരാനായപ്പോ എന്ത് തോന്നുന്നു? വിഷമാണോ അതോ ഫ്രണ്ട്സിനെ കാണാലോ എന്നുള്ള സന്തോഷാണോ? രണ്ടും ഉണ്ട് മിസ്സേ. ഇനിയിപ്പോ മുതല് രാവിലെ എണീറ്റ് പോണ്ടേ. മഴയാണെങ്കിൽ ഒടുക്കത്ത് മഴ, എനിക്കാണെങ്കിൽ എണീക്കാനും തോന്നുന്നില്ല. അങ്ങനെയാണോ? ചെറുതായിട്ടൊക്കെ അങ്ങനെയുണ്ട്. ഓക്കെ, വെൽക്കം ടു ദി സെഷൻ ഫിദ. ഓക്കെ, സോ മിസ് നിങ്ങളോട് പറഞ്ഞു മിസ് എടുക്കാൻ പോകുന്നത് എന്താണ്? ബേസിക് സയൻസ് ആണെന്ന്. എന്നിട്ട് മിസ്സിന്റെ പേരിന്റെ അടിയിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നു. എന്താ അതിന്റെ അടിയിൽ എഴുതിയിരിക്കണേ? വായിക്കാൻ പറ്റുന്നുണ്ടോ? അത് ജാൻവി ആണോ സർ? കറണ്ട് പോയതാർക്കാ? സെക്കൻഡ് റോ, ഫസ്റ്റ് വൺ. ജാൻവി തന്നെ. യെസ് ജാൻവി. സ്റ്റാർട്ടിങ്ങിൽ കറണ്ട് ഉണ്ടായി, മിസ് ക്ലാസ് തുടങ്ങിയതും കറണ്ട് പോയി. ഈശ്വര, പെട്ടെന്ന് തന്നെ വരും. മിസ്സിന്റെ ക്ലാസ് തീരുന്നതിന് മുന്നേ തന്നെ കറണ്ട് വരും കേട്ടോ. അതെ, ഓക്കെ ജാൻവി. ഇപ്പൊ ഒരു റിക്വസ്റ്റ് വന്നിട്ട് ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് കൂട്ടാ. ആ റിക്വസ്റ്റിൽ ഒന്ന് ആക്സെപ്റ്റ് ചെയ്താൽ മിസ്സിനോട് സംസാരിക്കാൻ പറ്റും. ജാൻവി, യെസ്. മിസ്സിന്റെ പേരിന്റെ അടിയിൽ എന്തെന്ന് എഴുതിയിരിക്കുന്നത്? വായിക്കാൻ പറ്റുന്നുണ്ടോ? കെമിസ്ട്രി ടീച്ചർ. കേട്ടിട്ടുണ്ടോ കെമിസ്ട്രിന്ന്? യെസ്, മിസ് പറഞ്ഞു മിസ് ബേസിക് സയൻസ് ആ എടുക്കുന്നത്. ഓക്കെ, സോ മിസ് ബേസിക് സയൻസിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഐഡിയ തരട്ടെ എല്ലാവർക്കും. റെഡി ആണോ? ഇപ്പൊ ആരും ഒന്നും എഴുതണ്ട, മിസ് പറയുന്നത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, സോ ഈ ബേസിക് സയൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു വലിയൊരു ഫാമിലി ആയിട്ട് എടുക്കാം. ഓക്കെ, സയൻസ് എന്ന് പറയുന്നത് എന്താ? ഒരു വലിയൊരു ഫാമിലി.
സോ ഈ സയൻസിന്റെ ഫാമിലിയില് 3 മക്കളുണ്ട്. ഓക്കെ, എത്ര മക്കളാ? 3 മക്കൾ. ആദ്യത്തെ ആള് എങ്ങനെയാന്ന് അറിയോ? ഭയങ്കര സീരിയസ് ആ. ഭയങ്കര സീരിയസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ്. ഫുൾ റൂൾസ്, ഫുൾ കാൽക്കുലേഷൻ, മാത്സ് പോലെ കുറെ പ്രോബ്ലംസും ഉള്ള ഒക്കെ ഒരാള്. ഓക്കെ, സോ ആള് സയൻസ് പേരിട്ടു എന്തെന്ന്? ഫിസിക്സ് എന്ന്. ഓക്കെ, ഫിസിക്സ്. അല്ലെ, നമ്മുടെ ചുറ്റുമുള്ള കുറെ ആൾക്കാർ ലൈക്ക് സംഭവങ്ങളെ വികാസങ്ങളൊക്കെ പറ്റി പഠിക്കുന്നതാണ് ഈ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ഓക്കെ, രണ്ടാമത്തെ ആൾ എങ്ങനെയാണെന്ന് അറിയോ? രണ്ടാമത്തെ ആൾ ഭയങ്കര പാവം മാത്രല്ല, ആൾക്ക് പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ട. നേച്ചർ ഇഷ്ട, പ്ലാന്റ്സിനെ ഇഷ്ട, ആനിമൽസിനെ ഇഷ്ട. ഓക്കെ, സോ അയാളെ സയൻസ് പേരിട്ടു ബയോളജി. ഇതെന്താ വിളിച്ചേ? ബയോളജി. പിന്നെയുണ്ട് ഏറ്റവും ലാസ്റ്റ് ഒരാൾ. ഒന്നും പറയണ്ട, കുസൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേ അറ്റം കുസൃതി. ഒരു സാധനം എടുത്തിട്ട് അങ്ങോട്ടേക്ക് ആഡ് ചെയ്യാ, ഇതെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാ. അപ്പൊ എന്ത് സംഭവിക്കും? കുറെ പൊട്ടിത്തെറിക്കും, കുറെ പുക വരും. ഓക്കെ, സോ നിങ്ങളെ വീട്ടിലുണ്ടോ അതേപോലെ കുസൃതി ആയിട്ടുള്ള ആരെങ്കിലും? അതോ നിങ്ങൾക്കാണോ ഏറ്റവും കൂടുതൽ കുസൃതി? നോക്കട്ടെ, സാർ ഒരാൾ അൺമ്യൂട്ട് ചെയ്തേ. എനിക്ക് തോന്നുന്നു സെക്കൻഡ് റോയില് ലാസ്റ്റ് ഇരിക്കുന്ന ആളാരാ? ജുവാനയ്ക്ക് അനിയത്തിയോ അനിയനോ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടോ? അനിയത്തിയുണ്ട്. ജുവാനയുടെ അനിയത്തിയുടെ പേരെന്താ? എന്താ കൂട്ടാ? ജോഫിയ. ആ, ഓക്കെ. സോ മനസ്സിലായി. ജോസിയക്കാണോ ജുവാനക്കാണോ ഏറ്റവും കൂടുതൽ കുറുമ്പ്? അമ്മയുണ്ടോ അടുത്ത്? അത് പിന്നെ അങ്ങനെയാണല്ലോ, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. അമ്മയുണ്ടോ അടുത്ത്? ആരും ഇല്ല അടുത്ത്. ചേട്ടാ, അപ്പൊ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പൊ ജുവാനെ വിശ്വസിക്കാതെ വേറെ വഴിയില്ല. നോക്കട്ടെ, ആരെങ്കിലും പേരൻസ് അടുത്തുള്ള ആരെങ്കിലും ഉണ്ടോ സാർ? എന്നാലും എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു തേർഡ് റോയില് ഫസ്റ്റ് വൺ ആരാ? അവിടെ പേര് ജോസിയമോൻ. യെസ്, ഇത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മിസ്, എന്റെ ബാക്കിലുണ്ട്. കുട്ടാ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ജോസിയമോൻ കറക്റ്റ് ആയിട്ടാണോ മിസ് പേര് വിളിക്കുന്നത്? ഇപ്പൊ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിനായിട്ട് സംസാരിക്കാം. വന്നോ? റിക്വസ്റ്റ് വന്നോ? യെസ്, ജോസിയമോൻ തന്നെയാണോ പേര്? അപ്പൊ മിസ് കറക്റ്റ് ആയിട്ടാ വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരാ? അനിയനാണോ അനിയത്തിയാണോ ചേട്ടനാണോ ചേച്ചിയാണോ ഉള്ളത്? അനിയത്തിയുടെ പേരെന്താ? ജെനീറ്റ. അപ്പൊ ജോസിയമോനാണോ ജെനീറ്റയ്ക്കാണോ ഏറ്റവും കൂടുതൽ കുസൃതി? അമ്മ പറയട്ടെ. അമ്മ അച്ഛൻ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ, അമ്മ പറഞ്ഞോ. ആർക്ക് ഏറ്റവും കൂടുതൽ കുസൃതി? വെരി ഗുഡ്. വെരി ഗുഡ്. അപ്പൊ മൂന്നാമത്തെ ആൾ നമ്മുടെ ജോസിയമോനെ പോലെയാ. ഓക്കെ, ഫുൾ കുസൃതി. ഒരു സാധനം എടുത്തിട്ട് ഒറ്റയ്ക്ക് ഇടുന്നു, മറ്റേ സാധനം എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നു. ഓക്കെ, അങ്ങനെ ഈ കുസൃതി ഒപ്പിക്കുന്ന ആൾക്ക് സയൻസ് പേരിട്ടു എന്തെന്ന്? കെമിസ്ട്രി. ഓക്കെ, എന്തെന്നാ? കെമിസ്ട്രി എന്ന് പേരിട്ടു. സോ ഇതില് കെമിസ്ട്രി ഭാഗത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് എടുത്തു തരും. പക്ഷേ നിങ്ങൾക്ക് അപ്പോഴും പഠിക്കുമ്പോ ബേസിക് സയൻസ് തന്നെ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തില്ലേ? വലിയ ക്ലാസ്സിലെത്തുമ്പോ സയൻസിനെ നിങ്ങൾ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കും. ഓക്കെ അല്ലേ? യെസ്. സോ മിസ് ബേസിക് സയൻസിനെ പറ്റി പെട്ടെന്നൊരു ഒരു ഐഡിയ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി നമ്മള് നേരിട്ട് ഒരു കഥയിലേക്കാ പോകുന്നത്. ഓക്കെ, എന്തിനാണ് നമ്മൾ ബേസിക് സയൻസ് പഠിക്കണേ? വെറുതെ നമ്മൾ ഓരോ സബ്ജക്ട് പഠിച്ചിട്ട് കാര്യമല്ലോ. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ? ഓക്കെ, സോ അതില് മിസ്സിന്റെ ഇതിന് ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഒരു കഥയിലേക്ക് പോവാണ്. ഓക്കെ, സോ നമ്മുടെ കഥയിലുള്ളത് നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, ആ കുട്ടിക്ക് മിസ്സിന് ഒരു പേര് വേണം. സർ, തേർഡ് റോയില് സെക്കൻഡ് ഇരിക്കുന്ന ആളാരാ? ജസ്റ്റ് പേര് വായിച്ചാൽ മതി. ആരാ? ഗായ പാർവതി. ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ ഗായ? ഇപ്പൊ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? ഓ, ഓക്കെ. ഇപ്പൊ വരാം
വരാം കേട്ടോ മിസ്. ഗായയിലേക്ക് തിരിച്ചു വരാം. മിസ് സെക്കൻഡ് ഓർ തേർഡ് വൺ ആരാ? ഗോഡ്വിൻ അല്ലേ ഇത്? ഗോഡ്വിൻ. എന്റെ സ്റ്റോറിയിലെ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഗോഡ്വിന്റെ പ്രായമുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് മിസ് ആ കുട്ടീനെ ഗോഡ്വിൻ നെയിം ചെയ്യാൻ പോവാ. ഓക്കെ ഗോഡ്വിൻ? ഓക്കെ അല്ലേ? യെസ്. ഗോഡ്വിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? സൂര്യ. സൂര്യ. ഓക്കെ, നോട്ടഡ്. സോ മിസ് ഇവിടെ സൈഡിൽ എഴുതി വെക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ മിസ് പറഞ്ഞു. സൂര്യ. ഓക്കെ, സൂര്യ എന്നാണ് പേര്. ഫൈൻ ഫൈൻ. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം. ഓക്കെ ഗോഡ്വിൻ, റെഡി അല്ലേ കഥ കേൾക്കാൻ? ഗോഡ്വിൻ മാത്രമല്ല എല്ലാവരും റെഡി ആയിട്ടിരുന്നു കേട്ടോ. ഓക്കെ, സോ ഒരു ദിവസം ഗോഡ്വിന് സ്കൂളിൽ ഇങ്ങനെ പരീക്ഷകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ എക്സാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഗോഡ്വിൻ ആണെങ്കിൽ പഠിച്ച് വയ്യാതെയായി. അപ്പൊ ഗോഡ്വിൻ വിചാരിക്കും ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഇനി എനിക്ക് പഠിക്കാൻ വയ്യ. അപ്പൊ എങ്ങനെയൊന്ന് റെസ്റ്റ് എടുക്കാന്ന് ആലോചിച്ചപ്പോ ഗോഡ്വിന് പെട്ടെന്ന് ഓർമ്മ വന്നു, ഗോഡ്വിന്റെ വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു മനോഹരായിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. ഓക്കെ, നല്ല മനോഹരായിട്ടുള്ള ഗാർഡൻ ആണ്. ആ ഗാർഡന്റെ സെന്ററിൽ ഒരു വലിയ ആപ്പിൾ മരം ഉണ്ട്. ഓക്കെ, എന്ത് മരമുള്ളത്? ആപ്പിൾ മരം. അപ്പൊ ഗോഡ്വിൻ വിചാരിക്കും എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ആപ്പിൾ മരത്തിന്റെ അടിയിൽ പോയിട്ട് വിശ്രമിക്കാം. ഓക്കെ, അങ്ങനെ നടന്ന് ആ വലിയ ആപ്പിൾ മരത്തിന്റെ അടിയിലെത്തി കുറച്ചു നേരം ഇരുന്നപ്പോഴത്തേക്കും ഗോഡ്വിൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഗോഡ്വിൻ എന്തായിപ്പോയി? ഉറങ്ങിപ്പോയി. ഗോഡ്വിൻ ഉറങ്ങിക്കിടക്കുമ്പോണ്ടടാ വലിയ ഒരു ആപ്പിള് നേരെ ആരുടെ തലയിൽ വന്ന് വീണു? ഗോഡ്വിന്റെ തലയിൽ വന്ന് വീണു. ഗോഡ്വിൻ ആ പെയിനിൽ ഞെട്ടെണീറ്റു. ഓക്കെ, എന്നിട്ട് ഗോഡ്വിൻ ആലോചിക്കുക, ഒന്ന് ആ പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ഞാൻ റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അതിനും സമ്മതിക്കില്ലല്ലോ ദൈവമേ. ഇനി ഞാനിപ്പോ ഇങ്ങനെയാ ഇവിടെ കിടന്ന് ഉറങ്ങുക, ഇനിയും ഞാൻ കിടന്നു കഴിഞ്ഞാൽ എന്റെ തലയിൽ ആപ്പിൾ വന്ന് വീണാലോ. ഗോഡ്വിൻ ആകെ പേടിയായി. ഓക്കെ, അപ്പൊ ഗോഡ്വിൻ തീരുമാനിക്കും, ശരി എന്താ ഞാൻ ഇവിടെ ഇനി കിടക്കുന്നില്ല, അത് റിസ്ക് ആണ്, തിരിച്ചു വീട്ടിൽ പോവാം. അപ്പൊ ഗോഡ്വിൻ തിരിച്ച് വീട്ടിൽ പോവാണേ. ഞാൻ പറഞ്ഞല്ലോ ഈ സ്ഥലത്ത് നിന്ന് ഗോഡ്വിന്റെ വീട്ടിലേക്ക് അത്യാവശ്യത്തിന് നടക്കാറുണ്ട്. അതാണെങ്കിൽ ഒരു ഉച്ച സമയ. അപ്പൊ ഉച്ച സമയത്ത് നടന്ന് ആ വെയിലത്ത് നടന്ന് വല്ലാതെ അവശനായിട്ട് എന്ത് ചെയ്തു? ഗോഡ്വിൻ വീട്ടിലെത്തി. ഗോഡ്വിനെ ഭയങ്കര വെയിലത്ത് നിന്ന് ഭയങ്കര ക്ഷീണിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ ആദ്യം ഗോഡ്വിൻ എന്താ ചെയ്യാ? വെള്ളം കുടിക്കും. മിടുക്കൻ. സോ നമ്മുടെ ഈ കഥയിലുള്ള ഗോഡ്വിനും അത് തന്നെയാ ചെയ്തത്. വിചാരിക്കും ഒരു ഗ്ലാസ് തണുത്ത വെള്ളം അങ്ങോട്ട് കുടിക്കാം, അപ്പൊ ഞാനൊന്ന് ഫുള്ളായിട്ടൊന്ന് തണുക്കുമെന്ന് വിചാരിക്കും. അങ്ങനെ നേരെ ചെന്നു ഫ്രിഡ്ജ് തുറന്നപ്പോ ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ലേ? ഗോഡ്വിന്റെ വീട്ടിൽ മാങ്ങയുണ്ടോ? ഓ ഉണ്ട്. അപ്പൊ തുറന്നു നോക്കിയപ്പോ നല്ല തണുത്ത മാംഗോ ജ്യൂസ് ഇരിക്കണു. ഗോഡ്വിൻ ഒന്നും നോക്കിയില്ല, നേരെ എടുത്തു കുടിച്ചു. പക്ഷെ ഗോഡ്വിൻ ഉദ്ദേശിച്ച അത്ര തണുപ്പ് എന്തുണ്ടായില്ല? ഈ ജ്യൂസിന് ഉണ്ടായില്ല. ഓക്കെ, യെസ്. ഇനി ഗോഡ്വിൻ മ്യൂട്ട് ചെയ്തോ സർ. തേർഡ് റോയില് തേർഡ് വൺ ആരാ? ലിയോൺ. ഗോഡ്വിൻ ജ്യൂസ് കുടിച്ചു നോക്കിയപ്പോഴേ ജ്യൂസിന് വേണ്ടത്ര തണുപ്പ് ഉണ്ടായില്ല. അപ്പൊ തണുപ്പ് കൂട്ടാൻ ലിയോൺ ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യാ? പിന്നല്ല, ഐസ് കട്ടെടുത്ത് ഇടും. മിടുക്കൻ. നമ്മുടെ ഗോഡ്വിനും അത് തന്നെ ചെയ്തു. നേരെ പോയി ഫ്രീസർ തുറന്നു. ഓക്കെ, ഫ്രീസർ തുറന്നിട്ട് ഐസ് ക്യൂബ് എടുത്തിട്ട് ഇടാൻ വേണ്ടി നിൽക്കുന്ന സമയം ഗോഡ്വിന്റെ ഫോൺ ബെല്ലടിച്ചു. നോക്കുമ്പോ ആരാ? ഗോഡ്വിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സൂര്യയാണ് വിളിച്ചത്. ഓക്കെ, അപ്പൊ എന്നിട്ട് നേരെ ഫോൺ വിളിച്ചു. സൂര്യനോട് തലയിൽ ആപ്പിൾ വീണ കഥയൊക്കെ പറഞ്ഞു. ഓക്കെ, അത് പറയാൻ ഫോൺ എടുക്കാൻ വേണ്ടി പോയപ്പോ ആ ഐസ് ക്യൂബ് ഗോഡ്വിൻ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടാ പോയത് കേട്ടോ. അങ്ങനെ സൂര്യനോട് കഥയൊക്കെ പറഞ്ഞു. റേഞ്ച് കിട്ടുന്നില്ലേ? എന്തു പറ്റി? മഴ പെയ്തുകൊണ്ടായിരിക്കും. അതാണോ? മിസ്സിന്റെ ക്ലാസ് കാണാൻ പറ്റുന്നില്ല എന്നാണോ പറയണേ? ലിയോൺ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ വോയിസ് ലാഗ് ചെയ്യുന്നു. അത് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമാണെന്നാ തോന്നണേ ലിയോൺ. ഓക്കെ, നമുക്ക് നോക്കാം. മഴയൊക്കെ അല്ലേ, മേ ബി അതായിരിക്കും. യെസ്. അപ്പോ സൂര്യനോട് കഥയൊക്കെ പറഞ്ഞ് തിരിച്ച് ആ ഐസ് ക്യൂബ് എവിടെയെന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോഴുണ്ട് ദേ കിടക്കുന്നു. ഐസ് ഉരുകി വെള്ളായി പോയി. ഓക്കെ, ഐസ് വെള്ളായി പോയി. ഈ വെള്ളം എടുത്തിട്ട് നമുക്ക് തിരിച്ച് കോരിയ ഗ്ലാസ്സിൽ ജ്യൂസിൽ ഒഴിക്കാൻ പറ്റുമോ ലിയോടെ? പറ്റുമോ? ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ഒരു
വെള്ളം എടുത്തിട്ട് നേരെ പുറത്തത് ചെടിക്ക് ഒഴിച്ചു. ഓക്കെ, സോ ഇത് ഗോഡ്വിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു ദിവസത്തിൽ നടന്ന ഒരു ചെറിയൊരു സംഭവം. ഓക്കെ, ചെറിയൊരു സംഭവം. ഈ സംഭവം തുടങ്ങിയത് എവിടുന്നാ? ഗോഡ്വിന്റെ തലയില് ആപ്പിള് വീണപ്പോഴാണ് അല്ലേ? ഇതേപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റിന്റെ തലയില് ആപ്പിള് വീണപ്പോ ഒരു വലിയ സംഭവം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് ഒക്കെ കണ്ടുപിടിച്ച ആള്. നിങ്ങൾ ആ സ്റ്റോറി കേട്ടിട്ടുണ്ടോ? ഏതാ സയന്റിസ്റ്റ് എന്ന് അറിയോ? എല്ലാവരും തലയാട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അറിയാവുന്നവരൊക്കെ ഒന്ന് ആ കമന്റ് ബോക്സിൽ പറഞ്ഞു. മിസ് നോക്കട്ടെ, കമന്റ് ബോക്സിൽ പറഞ്ഞോ ഏതാണ് ആ സയന്റിസ്റ്റ്. സ്പെല്ലിംഗ് പോട്ടെ, സ്പെല്ലിംഗ് അറിയുന്നത് കുഴപ്പമില്ല, എനിക്ക് നിങ്ങൾക്ക് ഏകദേശം ആളറിയോന്ന് മനസ്സിലായാൽ മതി. അറിയാവുന്നവരൊക്കെ ആ ചാറ്റ് ബോക്സിൽ ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതില് ക്ലാസ് റൂമിലേക്ക് ടൈപ്പ് ചെയ്താൽ മതി. ക്ലാസ് റൂമിലേക്ക് ആ മെസ്സേജ് ഒന്ന് അയച്ചേ. വെരി ഗുഡ് ശ്രീനദിക, കറക്റ്റ് ആൻസർ. ഓ ശ്രീനദിക വേണ്ട, ഡിഫിക്കൽട്ട്, നന്ദൂട്ടി മതി. ഓക്കെ, അടുത്ത ആൾ പറട്ടെ. ശ്രിയ, വെരി ഗുഡ്. ജസ്രിയ, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഖദീജ, വെരി ഗുഡ്. ജാൻവി, യെസ് കറക്റ്റ്. പിന്നെ പോരട്ടെ, എല്ലാവരും ഒരേ സ്വരത്തിൽ ആർണവ്, വെരി ഗുഡ് പറയുന്നു. ഐസക് ന്യൂട്ടൺ, യെസ്. അപ്പൊ അറിയാത്തവരൊക്കെ പഠിച്ചോ, പണ്ട് ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന വലിയൊരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ആള് ഒരു ആപ്പിൾ മരത്തിന്റെ അടിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആളുടെ തലയിൽ എന്ത് വീണത്? ആപ്പിൾ വന്ന് വീണത്. ഓക്കെ, അപ്പൊ ഐസക് ന്യൂട്ടൺ ആലോചിക്കുകയായിരുന്നു, എന്തുകൊണ്ടായിരിക്കും സാധനങ്ങൾ ഭൂമിയിലേക്ക്, അതായത് താഴോട്ട് വീഴുന്നത്? ആ താഴേക്ക് വരുന്ന പോലെ തന്നെ അതെന്തുകൊണ്ടാ മുകളിലേക്ക് പോവാത്തത്? അതെന്തുകൊണ്ടാന്നറിയോ? ഭൂമിയിലേക്ക് ഒരു ആകർഷണം ഉള്ളത് കൊണ്ടാ. ഓക്കെ, ആ ആകർഷണത്തിനെ ആള് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പേരിട്ട് വിളിച്ചു. യെസ് ലിയോൺ, കറക്റ്റ് ആൻസർ ആട്ടോ. സോ അതൊക്കെ വരുന്നത് എവിടെയാ? സോ സാധനങ്ങൾ താഴേക്ക് വരുന്നു, അതൊക്കെ ഫിസിക്സിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, എവിടെ വരുന്നത്? ഫിസിക്സിൽ വരുന്ന ടോപ്പിക്. പിന്നെ ഇവിടേക്ക് നോക്കിയേ, കട്ടയായിട്ടിരുന്നിരുന്ന ആള്, ഓക്കെ, സോളിഡ് ആയിട്ടിരുന്നിരുന്ന ആള് ഉരുകി വെള്ളം പോലെയായി. അതായത് ഒരാള് അതിന്റെ രൂപം മാറി വേറെ രൂപത്തിലായി. ഓക്കെ, ഇത് വരുന്നത് കെമിസ്ട്രി. യെസ്, ഇത് വരുന്നത് കെമിസ്ട്രിയിലാണ്. പിന്നെ നോക്കൂ, ചെടികൾ, മൃഗങ്ങൾ എന്ന് പറയുന്നതൊക്കെ എന്താ? അതൊക്കെ ബയോളജിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ കൂടിയതാണ് നമ്മുടെ ബേസിക് സയൻസ്. സോ നമ്മൾ എല്ലാ ദിവസത്തിലും ഏത് ഇൻസിഡന്റ് എടുത്ത് നോക്കിയാലും സയൻസ് അല്ലെങ്കിൽ ബേസിക് സയൻസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. ഓക്കെ, ജീവിക്കാനേ പറ്റില്ല, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ബേസിക് സയൻസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ബേസിക് സയൻസ് പഠിച്ചാലോ? ഓക്കെ, നമുക്ക് ബേസിക് സയൻസ് ഒക്കെ പഠിക്കാം. പക്ഷെ മെയിൻ ആയിട്ടും നമ്മൾ ബേസിക് സയൻസിൽ കെമിസ്ട്രിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. പക്ഷെ ബേസിക് സയൻസ് ആണ് നിങ്ങൾക്ക്. നമുക്ക് സയൻസിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? നമുക്കാണെങ്കിൽ പഠിക്കാൻ കുറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്കാരെ പറ്റി നമുക്ക് പഠിക്കണം ബേസിക് സയൻസിൽ. അപ്പോ ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളല്ല, അതിനു മീതെ ആൾക്കാരുണ്ട് എന്ത് നമുക്ക് സയൻസിൽ പഠിക്കാൻ. സോ ഈ ഓരോരുത്തരെ പറ്റി ഓരോരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ? കുത്തിയിരുന്ന് ഇത്രയും ലക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരെ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും പറ്റില്ല അല്ലെ? ഉദാഹരണത്തിന് നമുക്കൊക്കെ ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമല്ലേ? നോക്കട്ടെ സാർ, നമ്മൾ വിളിക്കാത്ത ഒരാളൊന്ന് വിളിച്ചേ. വിളിക്കാത്ത ഒരാളെ നമ്മൾ വിളിക്കാൻ പോവാണ്. ആരാ നമുക്ക് വിളിക്കണ്ടേ? മുഹമ്മദ് റസാൻ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത കൂട്ടാ. ഹാൻഡ് റൈസ് ചെയ്യണ്ട, ജസ്റ്റ് ഇപ്പൊ റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ അത് ആക്സെപ്റ്റ് ചെയ്താൽ മതി. ചോദിക്കട്ടെ, റസാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ? വെരി ഗുഡ്. റസാന് ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമാണോ? ഓ, ഒരുപാട് ഇഷ്ടമാണ് മിസ്സേ. ഓക്കെ, സോ മിസ് ഒരു കാര്യം പറയാം. റസാൻ ആലോചിക്കുക കേട്ടോ. റസാന്റെ ഉമ്മാടെ കൂടെയും ഉപ്പാടെ കൂടെയും ഷോപ്പിങ്ങിന് പോവാ. ഷോപ്പിങ്ങിന് പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് റസാൻ. ഓക്കെ, റസാന് വേണ്ടത് എന്താണെന്നറിയോ? ഒരു ചോക്ലേറ്റ് ആണെന്ന് വിചാരിക്കും. ഈ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകുമ്പോ
ഏറ്റവും നല്ല അടിപൊളി കാര്യം എന്ന് പറയുന്നത് എല്ലാം ഓരോരോ സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും അല്ലേ അല്ലേ റസാനെ? ഇപ്പൊ റസാന് യെസ് ചോക്ലേറ്റ് ആണ് വേണ്ടത് എങ്കിൽ എല്ലാ ചോക്ലേറ്റും കൂടെ ഒരൊറ്റ സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ റസാൻ ആകെ ഒരു കൺഫ്യൂഷൻ ഏത് ബ്രാൻഡിന്റെ ചോക്ലേറ്റ് വേണമെന്നായിരിക്കും. ഡയറി മിൽക്ക് വേണോ, സ്നിക്കേഴ്സ് വേണോ, കിറ്റ് കാറ്റ് വേണോ, ആ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇനി ഇപ്പൊ റസാന് വേണ്ടത് സോപ്പ് ആയിരുന്നെങ്കിലോ, സോപ്പ് എല്ലാം ഇരിക്കുന്നത് വേറൊരു സെക്ഷനിലാണ്. ഓക്കെ, മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി എല്ലാം വേറെ ഒരു സ്ഥലത്തുണ്ടാവും. അങ്ങനെ സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. എന്തിനായിരിക്കും റസാൻ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ഓരോ സാധനങ്ങളും ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ട് വെച്ചിരിക്കുന്നത്? വെരി ഗുഡ്. നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് അത്രയും എളുപ്പമാകാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ആളെ കിട്ടാൻ വേണ്ടിട്ട് അല്ലേ? മിടുക്കൻ. അപ്പോ നമുക്ക് ബേസിക് സയൻസില് ഒരുപാട് ആൾക്കാരെ പറ്റി പഠിക്കാനുണ്ടെന്ന് മിസ് പറഞ്ഞു അല്ലേ? അപ്പോ പണ്ടത്തെ കാലത്ത് ഒരു സയന്റിസ്റ്റ് പറഞ്ഞു നമുക്ക് ഒരുപാട് പേരെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് ഇവരെ ഓരോരോ ഗ്രൂപ്പ് ആയിട്ട് തിരിക്കാം. ഓക്കെ, ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഓരോരോ സെക്ഷൻസ് ഉള്ള പോലെ അപ്പൊ നമുക്ക് ഷോപ്പിംഗ് എളുപ്പമായില്ലേ? അതേപോലെ നമ്മുടെ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കോമ്പൗണ്ട്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ ഗ്രൂപ്പ് ആയിട്ട് മാറ്റാം. എന്നിട്ട് ആ ഗ്രൂപ്പുകളെ പറ്റി മൊത്തത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ മിസ് പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അങ്ങനെ നമുക്ക് കിട്ടിയ കോമ്പൗണ്ട്സിനെ പണ്ടത്തെ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തെന്നറിയോ? മൂന്നായിട്ട് തിരിച്ചു. അങ്ങനെ മൂന്നായിട്ട് തിരിച്ചതാണ് ആരൊക്കെയായിട്ട്? ആസിഡ്സ് ആയിട്ടും ബേസസ് ആയിട്ടും സോൾട്സ് ആയിട്ടും. ഇതിൽ നിങ്ങൾ ഇയാളെ പറ്റി കേട്ടിട്ടുണ്ടാവും എന്തായാലും. ആസിഡ്, ബേസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സോൾട്ട് ഒന്നും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മുടെ ബേസിക് സയൻസ് അല്ലെങ്കിൽ നമ്മുടെ സയൻസിലുള്ള കോമ്പൗണ്ട്സിനെ എന്തായിട്ട് തിരിച്ചു? ആരും എഴുതണ്ട, മിസ് പറയുമ്പോൾ എഴുതിയാൽ മതിയെ. യെസ്, മൂന്നായിട്ട് തിരിച്ചു. ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ്. മിടുക്കൻ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും കൈയടിച്ചു, പ്രോത്സാഹിപ്പിച്ചു, അപ്രൂവ് ചെയ്തു. ശരി, നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് തിരിക്കാം. അപ്പൊ അടുത്തൊരു ചോദ്യം വന്നു, നമ്മൾ എങ്ങനെ ഇവരെ ഗ്രൂപ്പ് ആക്കും? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവരെ ഗ്രൂപ്പ് ആക്കുക? അപ്പൊ നമ്മുടെ സയന്റിസ്റ്റ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവരെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ പോരട്ടെ, നിങ്ങളിലെ എത്ര പേര് നാരങ്ങയുടെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്? നാരങ്ങ വെള്ളമല്ല ഞാൻ പറയുന്നേ, നാരങ്ങയുടെ ടേസ്റ്റ് നോക്കട്ടെ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. നാരങ്ങ പച്ചയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എത്ര ഹാൻഡ് റൈസസ് ഉണ്ട്? ആദ്യം തന്നെ ഹാൻഡ് റൈസ് ചെയ്തത് ആരാ? ജോസിയമോൻ. പിന്നെ പോരട്ടെ, അതാരാ? ശ്രീയാണോ? സിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. സിയ, കൊറേ ഹാൻഡ് റൈസസ് വരുന്നുണ്ട്. വെരി ഗുഡ്. സിയ അൺമ്യൂട്ട് ചെയ്തോ? ഓക്കെ, ഫിദയും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ശ്രീനദിക, യെസ്. സിയ, നാരങ്ങയുടെ ടേസ്റ്റ് എന്താ ഉണ്ടാ? പുളി. ഉറപ്പിച്ചോ? ഒന്നും കൂടെ ആലോചിക്കണോ? വേണ്ട മിസ്സേ, പുളി. എനിക്കറിയാം എന്റെ പൊന്നോ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതല്ലേ, അത് ഭയങ്കര പുളിയാണ്. ഓക്കെ, വെരി ഗുഡ്. സർ, ലാസ്റ്റ് റോയില് ഫസ്റ്റ് ഇരിക്കുന്നത് ആതിരയാണോ? ഏറ്റവും ലാസ്റ്റ് റോ ആതിരയല്ലേ? അത് അതുൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അതുൽ, ശ്രേയ പറയുന്നുണ്ട് മിസ്സേ ഞാനുണ്ട് ഇതൊക്കെ. അതുൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. കുട്ടാ, ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. സർ, ഒരു പ്രാവശ്യം കൂടെ റിക്വസ്റ്റ് അയക്കാമോ? സെക്കൻഡ് ലാസ്റ്റ് റോ, ഫസ്റ്റ് വൺ അല്ല, ലാസ്റ്റ് വൺ. യെസ്, അതുൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ കുട്ടാ. ഇല്ല, എവിടെ? ശ്രേയ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ സർ? കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഇത്, പക്ഷെ ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ശ്രേയ എന്താണ് നാരങ്ങയുടെ ടേസ്റ്റ്? ശ്രേയ, സർ ഒരു പ്രാവശ്യം കൂടെ ശ്രേയ പറഞ്ഞു. ശ്രേയ, പുളിയാണ്. എല്ലാവരും ഒരേപോലെ പറയുന്നു പുളി. യെസ്, നാരങ്ങയ്ക്ക് എന്താണെന്നറിയോ ഇത്രയും പുളി വരാൻ കാരണം നാരങ്ങയുടെ ഉള്ളിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ട്. ഓക്കെ, നാരങ്ങയുടെ ഉള്ളിൽ ആരാളെന്നാ മിസ് പറഞ്ഞത്? ആസിഡ്. സോ ഈ കാണുന്ന ആളുടെ ഉള്ളില് ആസിഡ് ഉള്ളത് കൊണ്ട്, മിസ് കളർ ഒന്ന് മാറ്റട്ടെ കേട്ടോ. ഓക്കെ, ഈ കാണുന്ന ആളുടെ ഉള്ളില് ആസിഡ് ഉള്ളത് കൊണ്ട് എന്ത് പറ്റി സാർ? അത് ചെറിയൊരു ഓക്കെ, ഫൈൻ. ഒരു മിനിറ്റ് മക്കളെ, മിസ് ഈ പെന്നിന്റെ കളർ ഒന്ന് മാറ്റിക്കോട്ടെ.
So can you change it to black? ഒന്ന് ബ്ലാക്ക് ആക്കി തരാമോ? യെസ്. ഓക്കെ. സോ എന്തുകൊണ്ടാ? അതില് ആസിഡ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നാ പിടിച്ചോ, ആസിഡിന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ. ആസിഡിന്റെ ടേസ്റ്റ് എന്താ? പുളി. സോ നമുക്ക് ഒരാളെ തന്നു, ഒരു കെമിക്കൽ നമുക്ക് തന്നു എന്ന് വിചാരിക്കും, ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നു. ആള് നമ്മൾ രുചിച്ചു നോക്കിയപ്പോ ആൾക്ക് ഭയങ്കര പുളിയാണെങ്കിൽ നമ്മൾ ആളെ എന്ത് പേരിട്ട് വിളിക്കും? നമ്മൾ ആളെ വിളിക്കും ആസിഡ് എന്ന്. ഓക്കെ, അപ്പൊ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്ക് എഴുതിയിട്ട് ഫസ്റ്റത്തെ ഹെഡിങ് കൊടുത്തോ, ആസിഡ്സ്. ആസിഡ്സ്. എന്നിട്ട് ദാ പിടിച്ചോ ഡെഫിനിഷൻ, കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് എ സവർ ടേസ്റ്റ്. കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? അവര് കുറച്ച് ആൾക്കാർ, കുറച്ച് കെമിക്കൽസ്, അവരുടെ ടേസ്റ്റ് എന്താ? ഭയങ്കര സവർ ആണ്. സവർ എന്ന് വെച്ചാൽ എന്താ? സവർ എന്ന് വെച്ചാൽ എന്താ? പുളിപ്പ്. ഓക്കെ, സവറിന്റെ മീനിങ് എന്താ? പുളിപ്പ്. ഓക്കെ, സോ ഇവിടെ എഴുതി തരാം മലയാളത്തിൽ. ഓക്കെ, ഭയങ്കര പുളിപ്പ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് ഒരു ആസിഡ് ആണ്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. സവർ മീൻസ് പുളി, പുളിപ്പ് എന്നൊക്കെ പറയില്ല. യെസ്. കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് എ സവർ ടേസ്റ്റ്, അതാണ് നമ്മുടെ ആസിഡ്. കാരണം ഇത്രേ ഉള്ള ആസിഡ്. കഴിച്ചു നോക്കുമ്പോൾ പുളിയാണെങ്കിൽ അത് ആസിഡ് ആണ്. എഴുതി കഴിഞ്ഞോ? നോർമലി നമ്മളിവിടെ എന്താ ചെയ്യാന്നറിയോ? നിങ്ങളെല്ലാവരും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിരിക്കണം. അതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇനി മിസ് സ്ലൈഡിൽ കാണിക്കുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ, അത് എഴുതി കഴിഞ്ഞു എന്ന് മിസ്സിന് മനസ്സിലാവണ്ടേ? അപ്പൊ മിസ് പറയും നിങ്ങൾ നേരെ ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ വേവ് ചെയ്യാൻ. ഓക്കെ, സോ വേവ് ചെയ്താൽ മിസ്സിന് മനസ്സിലാവും നിങ്ങൾ എഴുതി കഴിഞ്ഞു ഇല്ലേ. ഒന്ന് വേവ് ചെയ്ത് എഴുതി കഴിഞ്ഞവര്, എഴുതി കഴിഞ്ഞവര് ഒന്ന് വേവ് ചെയ്തേ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് യെസ് യെസ്, ഗുഡ് ജോബ്. പല ടൈപ്പ് വേവ്സ്, ഇങ്ങനെയുണ്ട്, ഇതിങ്ങനെയുണ്ട്, ഇതിങ്ങനെയുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ മിസ് കുറെ വേവ്സ് കണ്ടു. വെരി ഗുഡ്. അപ്പൊ ആസിഡ് എന്താ നമ്മൾ പഠിച്ചു. ഇതാ മിസ് നിങ്ങളോട് പറയാ, നമുക്ക് 2 ടൈപ്പ് ആസിഡ് ഉണ്ട്. ഓക്കെ, എത്ര ടൈപ്പ് ആസിഡ് ഉള്ളത്? 2 ടൈപ്പ്. ഓക്കെ, ഇനി മിസ് അടുത്തൊരു സ്ലൈഡ് കാണിച്ചു തരുമ്പോ ആ 2 ടൈപ്പ് ആസിഡിന്റെ പേരും ആ ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്രീനിൽ വരും. പക്ഷെ അത് കേട്ട് നിങ്ങൾ പേടിക്കരുത്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നറിയോ? ആദ്യം നമ്മൾ ഇവരൊന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതും. ഓക്കെ, എഴുതിയിട്ട് ആ പെൻ അവിടെ അങ്ങോട്ട് വെക്കും. എന്നിട്ട് മിസ് പറഞ്ഞുതരും ഇത് എന്താ സംഭവം എന്ന്. അപ്പൊ ആദ്യം എഴുതിക്കോ, ടൈപ്സ് ഓഫ് ആസിഡ്സ്. ടൈപ്സ് ഓഫ് ആസിഡ്സ് എന്ന് കൊടുക്കുക. ഇതുപോലെ 2 ആരോ വരയ്ക്കുക. എന്നിട്ട് എഴുതുക ഓർഗാനിക് ആസിഡ്സ്, ഇൻഓർഗാനിക് ആസിഡ്സ്. എഴുതിക്കോ, ഓർഗാനിക് ആസിഡ്സും ഇൻഓർഗാനിക് ആസിഡ്സും. കുറെ പേര് എന്റെ പൊന്നെ എന്താ മിസ് ചെയ്ത്, ഞങ്ങക്ക് പറയാനും കൂടെ പറ്റുന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു പേരായിപ്പോയി. പക്ഷെ പേര് കേൾക്കുമ്പോൾ ഉള്ള ആ ഒരു ഭീകരത മാത്രമേ ഉള്ളൂ. വളരെ പാവങ്ങളാ 2 പേരും. മിസ് പറഞ്ഞുതരാം കേട്ടോ. യെസ്, എഴുതി. എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വേവ് ചെയ്യും. നോക്കട്ടെ എത്ര പേര് എഴുതി കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്ര ഫാസ്റ്റ് ആണോ നിങ്ങള്? കൊള്ളാലോ. ആരാണോ ഹാൻഡ് റൈസ്? ഖദീജ. ഖദീജ എഴുതി കഴിഞ്ഞെന്ന് പറയാനാണോ? ലോവർ ഹാൻഡ് ചെയ്തല്ലോ അപ്പൊ തന്നെ. ഓക്കെ, യെസ് മിസ് കണ്ടു കേട്ടോ. അപ്പൊ പെന്നൊക്കെ അവിടെ വെച്ചോ. മിസ് പറഞ്ഞത് കേട്ടോ, വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അത് സൂപ്പറായി. ഞാൻ പെന്നൊക്കെ വെച്ച് നോക്കുമ്പോ മിസ് കഴിഞ്ഞു. നൈസ്. ഓക്കെ, സോ എങ്ങനെയാണെന്നറിയോ നമ്മൾ ആസിഡ്സിനെ 2ആയിട്ട് തിരിച്ചത്? നമുക്ക് എവിടെ നിന്നാണോ ആസിഡ് കിട്ടിയത്, ഇപ്പൊ നമുക്ക് നമ്മുടെ ആസിഡിനെ ജീവനുള്ള വസ്തുക്കളിൽ നിന്നാ കിട്ടുന്നത് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ഓർഗാനിക് ആസിഡ്. എന്താ മിസ് പറഞ്ഞേ? ജീവനുള്ള ആൾക്കാരിൽ നിന്നാണ് നമുക്ക് ആസിഡിനെ കിട്ടുന്നത് എങ്കിൽ അത് ഓർഗാനിക് ആസിഡ്. ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നാണ് നമുക്ക് ആസിഡ് കിട്ടുന്നതെങ്കിൽ അതെന്താണ്? അത് ഇൻഓർഗാനിക് ആസിഡ്. ഓക്കെ, ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് പ്ലാന്റ്സിൽ നിന്നോ ആനിമൽസിൽ നിന്നോ ഒക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ഓർഗാനിക് ആസിഡ് ആണ്. ജീവനില്ലാത്ത ആൾക്കാരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ റോക്സ്, മിനറൽസ്, കല്ലുകൾ, പാറക്കല്ലുകൾ, മിനറൽസിൽ നിന്നൊക്കെ നമുക്ക് ആ ആസിഡ് കിട്ടുന്നതെങ്കിൽ അത് ഇൻഓർഗാനിക് ആസിഡ് ആണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ജീവനുള്ള സാധനം ഓർഗാനിക്, ജീവനില്ലാത്ത സാധനം ഇൻഓർഗാനിക്. കണ്ടോ? അപ്പൊ നമുക്ക് ആ ഡെഫിനിഷൻ ഒരുമിച്ച് എഴുതിയാലോ? മിസ്സിന്റെ കൂടെ എഴുതി പോവാം. ഓർഗാനിക് ആസിഡിന്റെ തൊട്ടടിയിലായിട്ട് എഴുതിക്കോ. അതിനു മുന്നേ
പിന്നെയും ഒന്ന് കളർ മാറ്റി യെല്ലോ ആക്കുന്നുണ്ടേ. എഴുതിക്കോട്ടോ. ഒബ്റ്റെയിൻഡ്. ഓക്കെ, ഒബ്റ്റെയിൻഡ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഒബ്റ്റെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുക, ലഭിക്കുക എന്നൊക്കെ പറയില്ലേ. ഒബ്റ്റെയിൻഡ് ഫ്രം ലിവിങ് സോഴ്സസ്. ജീവനുള്ള വസ്തുക്കളിൽ നിന്ന്. ലിവിങ് സോഴ്സസ്, SOURCES, ലിവിങ് സോഴ്സസ്. ഓക്കെ, like plants and animals. Organic acids എവിടുന്നാ കിട്ടുക? It is obtained from living sources like plants and animals. പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുമാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഓർഗാനിക് ആസിഡ്സോ? Inorganic acids are obtained from non-living sources. ജീവനില്ലാത്ത സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത്. like rocks and മിനറൽസ്. റോക്സ് ആൻഡ് കല്ലുകൾ, പാറക്കല്ലിൽ നിന്നും മിനറൽസിൽ നിന്നുമാണ് നമുക്ക് അവരെ കിട്ടുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. മിസ് പറഞ്ഞ ഡെഫിനിഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് ചെയ്ത് എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ പറഞ്ഞു തരുമോ? പറഞ്ഞു തരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അവിടെ റേസ് ഹാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇല്ല, സിമ്പിൾ ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താ പഠിച്ചോ? മിസ് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഈ ഇൻഓർഗാനിക് ആസിഡ്സ് മിക്കതും കിട്ടുന്നത് മിനറൽസിൽ നിന്നായതുകൊണ്ട് ഇൻഓർഗാനിക് ആസിഡ്സിന് വേറൊരു പേരും കൂടെ ഉണ്ട്. അവർക്ക് മാത്രമേ വേറെ പേരുള്ളൂ കേട്ടോ. ദേ ആർ ഓൾസോ നോൺ ആസ് മിനറൽ ആസിഡ്സ്. ഇൻഓർഗാനിക് ആസിഡിന്റെ വേറെ പേരെന്താ? മിനറൽ ആസിഡ്സ്. ഓക്കെ, മിനറൽ ആസിഡ്സ്. അപ്പൊ നിങ്ങളോട് ഒരാളൊന്ന് ചോദിക്കുക, വിച്ച് ആസിഡ് ഇസ് നോൺ ആസ് മിനറൽ ആസിഡ്? അപ്പൊ നിങ്ങൾ പറയും ഇൻഓർഗാനിക് ആസിഡ്. ഇൻഓർഗാനിക് ആസിഡ് ആണ് മിനറൽ ആസിഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? കണ്ടോ, ഇത്രയും സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ ബേസിക് സയൻസിൽ പഠിക്കുള്ളൂ. ഓക്കെ, ഇനി നല്ലവണ്ണം റിലാക്സ് ചെയ്തിരുന്നു. ഇനി മിസ് അടുത്തത് കാണിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. ഓക്കെ, ആ സ്ലൈഡിൽ എന്താ ഉള്ളതെന്നറിയോ? കുറച്ച് ഓർഗാനിക് ആസിഡ്സും അതിന്റെ എക്സാമ്പിൾസും ആണ് ഉള്ളത്. ഓക്കെ, കുറച്ച് ഓർഗാനിക് ആസിഡ്സിന്റെ എക്സാമ്പിൾ. ഇത് മിസ് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം ഇവരെ നമുക്ക് +2 വരെ വേണം. ഓക്കെ, +2 എത്തിയാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവരാരെയും മറക്കരുത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ റെഡി അല്ലേ? നമുക്ക് കുറച്ച് ഓർഗാനിക് ആസിഡ്സിനെ കണ്ടാലോ? അതിൽ മെജോറിറ്റി ആൾക്കാരുടെ പേര് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയായിരിക്കും ഇതിലുണ്ടാവുന്നത്. നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ടേബിൾ ഒന്നും വരയ്ക്കണ്ട. ഓർഗാനിക് ആസിഡ്സിന്റെ എക്സാമ്പിൾസ് എഴുതിയാൽ മതി. എക്സാമ്പിൾസ് ഫോർ ഓർഗാനിക് ആസിഡ്. ഒന്ന് ഹെഡിങ് കൊടുത്തേ, എക്സാമ്പിൾസ് ഫോർ ഓർഗാനിക് ആസിഡ്. എന്നിട്ട് പെൻ അവിടെ വെച്ചോളൂ കേട്ടോ. മിസ് പറയുമ്പോൾ ഇനി എഴുതിയാൽ മതി. എക്സാമ്പിൾസ് ഫോർ ഓർഗാനിക് ആസിഡ്. ഓക്കെ, ഓൾ റൈറ്റ്. ഫസ്റ്റ് ആളാണ് വിനേഗർ. വിനേഗർ നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ ഉണ്ടാവും അല്ലേ? വിനേഗറിന്റെ ടേസ്റ്റ് സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിനേഗർ ഒക്കെ ആഡ് ചെയ്യും അതില്. വിനേഗറിന്റെ ടേസ്റ്റ് എന്താ? ആരാ മിസ്സിന് പറഞ്ഞു തരാം വിനേഗറിന്റെ ടേസ്റ്റ്? ഖദീജ എവിടെ സർ? ഖദീജ എന്ന് വിളിക്കോ? ശ്രീനദിക്ക് ഓൾറെഡി എനിക്ക് ആൻസർ വരെ പറഞ്ഞു തന്നു. എനിക്ക് വയ്യ മിടുക്കി. ഖദീജ ക്യാമറ ഓഫ് ചെയ്തിരിക്കണ്ടോ? ഖദീജ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ കൂട്ടാ. ആ ഖദീജ, കിച്ചണില് വിനേഗർ ഉണ്ടോ? ഉണ്ട്. ഈ വിനേഗറിന് നിങ്ങൾ എന്താ പറയാ? സുർക്ക. ആ, ഞാൻ വിചാരിച്ച പോലെ തന്നെ സുർക്ക. ഈ സുർക്കയുടെ ടേസ്റ്റ് എന്താ കൂട്ടാ?
സോറാണ്, ഭയങ്കര പുളിയാണ് അല്ലെ. അതെന്തുകൊണ്ടാണെന്ന് അറിയോ സ്വർക്കൊക്കെ ഇത്രയും പുളി? അതില് ആരുള്ളതുകൊണ്ടാ? ഒരു ആസിഡ് ഉള്ളതുകൊണ്ടാണ്. സ്വർക്കയിലുള്ള ആസിഡിന്റെ പേരാണ് അസെറ്റിക് ആസിഡ്. എഴുതിക്കോ എല്ലാവരും. വിനേഗർ എഴുതാ, ഒരു ഹൈഫൺ ഇടുക, ഒരു ഹൈഫൺ ഇട്ടിട്ട് അസെറ്റിക് ആസിഡ്. വിനേഗറിലുള്ള ആസിഡിന്റെ പേരാണ് അസെറ്റിക് ആസിഡ്. ഇത് ഓർഗാനിക് ആസിഡ്സ് ആട്ടോ. യെസ്, വിനേഗറിലുള്ള ആസിഡിന്റെ പേര് അസെറ്റിക് ആസിഡ്. ഇനി അടുത്തതാണ് ഓറഞ്ച് ആൻഡ് ലെമൺ. ഓറഞ്ചിലും നാരങ്ങയിലും ഒക്കെ ഉള്ള ആസിഡ്. ഇത് ആർക്കെങ്കിലും അറിയോ? അറിയാവുന്നവരൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ, അല്ലെങ്കിൽ പറയണം മിസ്സേ എനിക്കറിയാം എന്ന് ധൈര്യപൂർവ്വം പറയുന്ന ഒരാളൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. കുറച്ച് പേരൊക്കെ അറിയുന്നുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ആ യെസ്, ശ്രീനദിക്ക് അറിയാം. വെരി ഗുഡ്. പിന്നെ ആർക്കെങ്കിലും അറിയോ? ഇല്ല, അറിയാം. ജാൻവിക്ക് അറിയാം. പിന്നെ റസാൻ അറിയാം. റസാൻ ഹാൻഡ് റൈസ് ചെയ്തു. യെസ്, റസാനെ വിളിക്കാം സർ. തന്മയൊക്കെ അറിയാം. വെരി ഗുഡ് തന്മയ. യെസ്, റസാൻ അൺമ്യൂട്ട് ചെയ്തേ. ആ, സിട്രിക് ആസിഡ്. സോ വെരി ഗുഡ്. നജ, നജയുടെ ആൻസർ അത് തന്നെയായിരുന്നോ നജ? അത് തന്നെ, സിട്രിക് ആസിഡ് തന്നെയായിരുന്നു അല്ലെ. വെരി ഗുഡ്, വെരി ഗുഡ്. സോ തന്മയും ജാൻവിയും ശ്രീനദികയും അതേപോലെ തന്നെ റസാനും നജയും ഒക്കെ പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ്. ഓറഞ്ചിലും ലെമണിലുള്ള ആസിഡിന്റെ പേരാണ് സിട്രിക് ആസിഡ്. എഴുതിക്കോ, സിട്രിക് ആസിഡ്. ഓക്കെ, സിട്രിക് ആസിഡ്. ഇനി അടുത്തതാണ് ടാമറിൻ. ടാമറിൻ എന്ന് വെച്ചാൽ എന്താ? പുളി അല്ലെ. പുളി. എത്ര പേർക്ക് ഇതിൽ പുളി ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഒക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്? ഇഷ്ടമാണോ നിങ്ങക്ക്? അങ്ങനെ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. കുറച്ചു പേരൊക്കെ ഇത് ഇങ്ങനെ തലയാട്ടുണ്ട്, കുറച്ചു പേര് എനിക്ക് ഇഷ്ടമല്ല മിസ്സേ. ഓക്കെ, യെസ്, തന്മയാണ്. തന്മയാണ് അൺമ്യൂട്ട് ചെയ്തത് സർ. കറക്റ്റ് ഉത്തരവാണല്ലോ തന്മയ. ശ്രേയക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. പുളി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഹാർട്ടൊക്കെ അവിടെ. സോ തന്മയ, പുളിയിലുള്ള ആസിഡിന്റെ പേരെന്താ കൂട്ടാ? വെരി ഗുഡ്, ഇറ്റ് ഈസ് ടാർട്ടാറിക് ആസിഡ്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഗുഡ് ജോബ്. സോ ടാമറിനുള്ള ആസിഡിന്റെ പേരാണ് ടാർട്ടാറിക് ആസിഡ്. അപ്പൊ എഴുതിക്കോ, ടാർട്ടാറിക് ആസിഡ്. ടാർട്ടാറിക് ആസിഡ്. അടുത്തത് തക്കാളി. തക്കാളിയിൽ സിട്രിക് ആസിഡ് ഉണ്ട്. സിട്രിക് ആസിഡ് കൂടാതെ കുറച്ച് കൂടുതൽ അളവിൽ വേറൊരു ആസിഡ് ഉണ്ട്. ആ ആസിഡിന്റെ പേരാണ് ഡാഷ്. അറിയോ ആർക്കെങ്കിലും? തക്കാളിയിലുള്ള ആസിഡ്. ശ്രീനദിക ഹാൻഡ് റൈസ് ചെയ്തു. ജാൻവി, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. പറ ശ്രീനദിക. മിടുക്കി, ഇറ്റ് ഈസ് ഓക്സാലിക് ആസിഡ്. എഴുതിക്കോ, വെരി ഗുഡ്. ടൊമാറ്റോയിലുള്ള ആസിഡിന്റെ പേരാണ് ഓക്സാലിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ എനിക്ക് തോന്നുന്നു ജാൻവിനെ വിളിക്കാം. ജാൻവി, കേർഡ്. തൈരിൽ ഒരു ആസിഡ് ഉണ്ട്. ഏതാ ആസിഡ് എന്ന് അറിയോ? ലാക്റ്റിക് ആസിഡ്. വെരി ഗുഡ്, ഇറ്റ് ഈസ് ലാക്റ്റിക് ആസിഡ്. തന്മയ ഓൾറെഡി കമന്റ് ബോക്സിലും പറഞ്ഞു. സോ കേർഡിലുള്ള ആസിഡ് ആണ് ലാക്റ്റിക് ആസിഡ്. എഴുതിക്കോ, ലാക്റ്റിക് ആസിഡ്. ദക്ഷിണ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ദക്ഷിണ, ലാസ്റ്റ് റോയിൽ ഫസ്റ്റ് വൺ. ദക്ഷിണ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൂട്ടാ. ഹായ്. ഉറുമ്പ് കടിച്ചിട്ടുണ്ടോ ദക്ഷിണേനെ ഇതിനു മുന്നേ? ഉണ്ട്. ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ? ഭയങ്കര സുഖാണോ? അല്ല മിസ്സേ, ഉറുമ്പ് കടിച്ചാൽ ഭയങ്കര വേദന അല്ലേ. ദക്ഷിണ, ഉറുമ്പ് കടിക്കുമ്പോണ്ടല്ലോ, ഉറുമ്പ് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് ഒരു ആസിഡിനെ ഇഞ്ചെക്ട് ചെയ്യും. അറിയോ അത്? ഒരു ആസിഡ് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടിട്ടുണ്ടോ ഇതിനു മുന്നേ? ഇല്ല. എന്നതേ മിസ് പറഞ്ഞിരുന്നു. ഉറുമ്പൊക്കെ കടിക്കും. അതേപോലെ തന്നെ തേനീച്ചൊക്കെ വന്ന് നമ്മള് കുത്തുമല്ലേ. ഉറുമ്പ് കടിക്കുമ്പോഴും തേനീച്ച കുത്തുമ്പോഴും ഒക്കെ അവര് നമ്മുടെ ബോഡിയിലേക്ക് ഒരു ആസിഡിനെ കടത്തിവിടും. ഓക്കെ ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആയില്ലേ മിസ്? വെരി ഗുഡ്. അപ്പൊ ആ ആസിഡ് ഏതാന്ന് നമുക്ക് ആര് പറഞ്ഞു തരും? ഓ,
കമന്റ് ബോക്സിൽ ആൻസർ ഉണ്ട്, 2 ഹാൻഡ് റൈസും ഉണ്ട്. സി ആണോ അത്? സിയ പറഞ്ഞേ, സിയ ഏതാണ് ആസിഡ്? ഫോർമിക് ആസിഡ്. ശ്രീനദിക പറയുന്നു, ശ്രീനദിക ആ സെയിം ആൻസർ തന്നെയാണോ? ഒന്ന് തലയാട്ടെ. ഫോർമിക് ആസിഡ് ആണോ? ആണ്. ഖദീജ പറയുന്നു ഫോർമിക് ആസിഡ്, തന്മയ പറയുന്നു ഫോർമിക് ആസിഡ്, ജാൻവി പറയുന്നു ഫോർമിക് ആസിഡ്. ഇവരെല്ലാവരും ഫോർമിക് ആസിഡ് എന്ന് പറയുന്നു. പക്ഷെ മഹിമ മിസ് ഇതാ പറയുന്നു മെത്തനോയിക് ആസിഡ് ആണ്. അതെന്താ അങ്ങനെ? മിസ്സിന് തെറ്റിപ്പോയോ? മിസ്സിന് തെറ്റിപ്പോയോ? അതെന്തായിരിക്കും? അതായത് ഫോർമിക് ആസിഡ് എന്ന് പറഞ്ഞാലും മെത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാലും രണ്ടും ഒരാളാണ്. ഓക്കെ, രണ്ടും ഒരാളാണ്. മിസ് പറഞ്ഞുതരാം അതെങ്ങനെയാണ്. സെക്കൻഡ് വൺ ആരാ? യെസ്, ജസ്രിയ. ജസ്രിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ജസ്രിയ, ജസ്രിയയുടെ ഫുൾ നെയിം എന്താ കൂട്ടാ? ജസ്രിയ ജിഷാദ്. ജസ്രിയ ജിഷാദ്. ഓക്കെ, ജസ്രിയനെ വീട്ടിൽ നിന്നാ വിളിക്കുക? ജസ്രിയ ഞാൻ. ചേട്ടാ അങ്ങനെയല്ല, വേറെ എന്തോ ഒരു പെറ്റ് നെയിം ഉണ്ടാവും. വേറെ ഒരു പെറ്റ് നെയിമും ഇല്ലേ? ഇല്ല. അങ്ങനെ വരാൻ ഉമ്മയും വാപ്പയൊക്കെ ജസ്രിയ തന്നെ വിളിക്കാറ്? ഓക്കെ. ചേടാ ഞാൻ വിചാരിച്ച എല്ലാവർക്കും ഒരു പെറ്റ് നെയിം ഉണ്ട്. പെറ്റ് നെയിം ഉള്ള ആരെ ഞാൻ തപ്പി കണ്ടുപിടിക്കും? മിസ്സേ എന്നെ ഒന്ന് വിളിക്കൂ പ്ലീസ് എന്ന് പറയുന്നത് ജാൻവി. ജാൻവി അവിടെ ഹാൻഡ് റൈസ്. യെസ് ജാൻവി. ജാൻവി, ജാൻവിനെ വീട്ടിൽ എന്താ വിളിക്കുക? ജാൻവി, ജാനി. ജാനി. അതേപോലെയാണ് നമ്മുടെ മെത്തനോയിക് ആസിഡും ഫോർമിക് ആസിഡും. ഓക്കെ, സോ ജാൻവി എന്ന് പേരുള്ള പോലെ നമ്മുടെ ഈ ആസിഡിന്റെ ഒഫീഷ്യൽ പേരാണ് മെത്തനോയിക് ആസിഡ്. ഓക്കെ, ജാൻവിനെ ജാനിന്ന് വീട്ടിൽ വിളിക്കുന്നില്ലേ? അതേപോലെ നമ്മുടെ മെത്തനോയിക് ആസിഡിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്, കോമൺ ആയിട്ടുള്ള നെയിം ആണ് എന്തെന്ന്? ഫോർമിക് ആസിഡ്. മിസ് എഴുതട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഫോർമിക്. കളർ ചേഞ്ച് ആവില്ല, ഒരു മിനിറ്റ്. So manually is it possible to change the color? How? Very good. Miss ഇവിടെ എഴുതാം ഫോർമിക് ആസിഡ്. ഓക്കെ, ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡ് എന്നുള്ളത് നമ്മുടെ മെത്തനോയിക് ആസിഡിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ഫോർമിക് ആസിഡ് എന്നാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, ഫോർമിക് ആസിഡ് എന്ന് പഠിച്ചു. പക്ഷെ ഒരു ഐഡിയ വേണം, മെത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് ആള്. ഓക്കെ, മിസ്സിന് ഒരു ഒഫീഷ്യൽ പേരുണ്ട്, അതാണ് മഹിമ ഷാജഹാൻ. പക്ഷെ മിസ്സിനെ വീട്ടിൽ എന്താ വിളിക്കാന്ന് അറിയോ? അറിയോ ആർക്കെങ്കിലും? ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. എന്നാലും മിസ്സിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് തക്കു. ഓക്കെ, തക്കു. അതേപോലെ ഒരെണ്ണം ആളുടെ ഒഫീഷ്യൽ നെയിം, മറ്റൊരാളുടെ വീട്ടിൽ വിളിക്കുന്ന പേര്, പെറ്റ് നെയിം. എഴുതിയോ? എഴുതി. ഇനി എല്ലാവർക്കും മിസ് എന്ത് ചെയ്യാം? മിസ് ഒരു 1 minute ടൈം തരാം. ഓക്കെ, പെട്ടെന്ന് ഈ ടേബിൾ ഒന്ന് കാണാപ്പാഠം പഠിച്ചേ. ഓക്കെ, കുറച്ച് ഓർഗാനിക് ആസിഡ്സ് ആണ്, അവരുടെ നാച്ചുറൽ സോഴ്സ്. മാം ഞാൻ പുറത്താണ്, ചാർജ് ഇല്ല. ഷടാ നജ, ചാർജ് ചെയ്യണ്ടേ? അല്ല, നമുക്ക് പറ്റുന്നിടത്തോളം പോവാം. ഓക്കെ, യെസ്. സോ ഐ ഗിവ് യു 1 minute. പെട്ടെന്ന് ഈ ടേബിൾ ഒന്ന് പഠിച്ചോ, കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തിലേക്ക് പോകണം? ഒരു ക്വിസിലേക്ക് പോകണം. അപ്പൊ പെട്ടെന്ന് പഠിച്ചോ എല്ലാവരും. പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഡൺ എന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, സാർ എന്താ സാർ ഇവിടെ? ഓ, ആസ് എക്സ്പെക്ടഡ്. തന്മയ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. കാരണം എന്താ? ഇതൊക്കെ എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് മിസ് ചെയ്തൊക്കെ. യെസ്, പഠിച്ചു കഴിഞ്ഞു. ഒരു ഡൺ ഇടണേ കമന്റ് ബോക്സിൽ. എന്നാലും മിസ്സിന് ഓക്കെ ജാൻവി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ഫൈൻ. ഇത്ര പെട്ടെന്ന് പഠിച്ചു എല്ലാവരും? ഓക്കെ ശ്രീനദിക, വെരി ഗുഡ്. സർ 4th row ഫസ്റ്റ് വൺ ആരാ? യെസ്, മാളവിക. മാളവിക പഠിച്ചു കഴിഞ്ഞോ? ഓ, വാട്ട് എ കോയിൻസിഡൻസ്. ഞാൻ മാളവിക എന്ന് പറയുന്നു, അപ്പത്തേക്ക് മാളവികയുടെ തംസ് അപ്പ് കമന്റ് ബോക്സിൽ വന്നു. ഓക്കെ,
ആ ഒരു ഹാൻഡ് റൈസ് വന്നിട്ടുണ്ടോ നജ? പറ നജ. നജ പഠിച്ചു കഴിഞ്ഞെന്ന് പറയാനാണോ? ഒന്ന് അഡ്മിറ്റ് ചെയ്തേ. അത് അറിയാതെ ഹാൻഡ് റൈസ് ആയതാണോ? ആ പഠിച്ചു കഴിഞ്ഞു, മിടുക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? നമുക്ക് ക്വിസിലോട്ട് പോയാലോ? റെഡി? ഓക്കെ. സോ ക്വിസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തരും. ഓപ്ഷൻസ് ഉള്ളത് ദേ നമ്മൾ പഠിച്ച ഈ ആസെറ്റ്സ് ആണ്. ഓക്കെ, എന്നിട്ട് അതിന്റെ താഴെ കുറച്ച് സെന്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? കറക്റ്റ് ആയിട്ടുള്ള ആസിഡിനെ ആ ബ്ലാങ്കിൽ കൊണ്ടുപോയി ഫിൽ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഇതാ വിളിച്ചോ നമ്മുടെ ക്വിസ്. ഓക്കെ, ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സിട്രിക്, ഫോമിക്, ലാക്റ്റിക്, ഓക്സാലിക്, ടാർട്ടാറിക്. അതിന്റെ താഴെ കുറച്ച് സെന്റൻസും. ആദ്യത്തത് മിസ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നോക്ക്. മിസ്സിന്റെ കൂടെ വായിച്ചു പോണേ. നിങ്ങൾ ആരും ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതണ്ട, ക്വസ്റ്റ്യൻ എഴുതിയേ വേണ്ട. നിങ്ങൾ ആൻസർ മാത്രം നമ്പർ ഇട്ടിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ മിസ് വായിച്ചു തരാം. താര സ്ക്വീസ്ഡ് എ ലെമൺ. താര എന്ത് ചെയ്തു? ഒരു നാരങ്ങ എടുത്തു, എന്നിട്ട് അത് നല്ല പോലെ പിഴിഞ്ഞു. ആൻഡ് സ്ക്രീംഡ്, മൈ ടങ്സ് ബീൻ ഹിറ്റ് ബൈ എ ഡാഷ് ബോംബ്. അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. താര ഇവിടെ എന്താ എടുത്തത്? താര എടുത്തത് ലെമൺ ആണ്, അല്ലേ? സോ നമുക്ക് ഓപ്ഷൻ ഉള്ളത് എന്താ? ആസിഡ്സ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നാരങ്ങയിലുള്ള ആസിഡ് ഏതാണെന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. അത് ആ ബ്ലാങ്കിൽ കൊണ്ടുപോയി ഫില്ല് ചെയ്യാം. ഓക്കെ, നാരങ്ങയിൽ ഏത് ആസിഡാ ഉള്ളത്? തന്മയ പറഞ്ഞു, വെരി ഗുഡ്. എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേ, നാരങ്ങയിൽ ഏത് ആസിഡാ ഉള്ളത്? പോരട്ടെ പോരട്ടെ. ഓക്സാലിക് ആണോ? ടാർട്ടാറിക് ആണോ? സിട്രിക് ആണോ? ഫോമിക് ആണോ? വെരി ഗുഡ്. എല്ലാവരും പറയുന്നു സിട്രിക്. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് എഴുതും? സിട്രിക് ബോംബ്. ഓക്കെ, സോ എടുക്കുന്ന ആൾ ആരാ നോക്കുക, അതിൽ ഏത് ആസിഡ് ആണെന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. കഥ എന്ത് വേണമെങ്കിലും അവർ പറഞ്ഞോട്ടെ. കഥയൊക്കെ കൊടുത്തേക്കുന്നത് എന്താ? നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവണ്ട. എന്താണോ സാധനം നമ്മൾ എടുക്കുന്നത്, അതിൽ ഏത് ആസിഡ് ആണെന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, ഓപ്ഷൻ നോക്കിയിട്ട്. അപ്പൊ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത് വൺ പെട്ടെന്ന് എഴുതിയേ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട, നിങ്ങൾ ജസ്റ്റ് ആൻസർ എഴുതിയാൽ മതി. മിസ് ഇങ്ങോട്ടേക്ക് കുറച്ച് നീങ്ങിയിരിക്കാം, എന്നിട്ട് മിസ് ഓരോരുത്തരായിട്ട് വിളിക്കാം, നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ, ഡൗട്ട് ഉണ്ട്, ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. സെക്കൻഡ് നമുക്ക് മിസ് വായിച്ചു തരാം. രവി rubbed his ant bite. രവിനെ ഉറുമ്പ് കടിച്ചു, എന്നിട്ട് ആ സ്ഥലത്തൊന്ന് റബ്ബ് ചെയ്തിട്ട് പറയാ, hey that ant just gave me a shot of dash acid. ആ ഉറുമ്പ് എനിക്ക് ഏതോ ഒരു ആസിഡിന്റെ ഷോട്ട് ആണ് ഉള്ളിലേക്ക് തന്നത്. അപ്പൊ ഉറുമ്പ് ഒക്കെ കടിക്കുമ്പോ ഏത് ആസിഡാ നമ്മുടെ ബോഡിയിലേക്ക് പോണെന്ന് എഴുതിയാൽ മതി, ഓപ്ഷൻ നോക്കിയിട്ട്. ശ്രേയ, വെരി ഗുഡ്. തേർഡ് വൺ. This tomato is acting suspicious. Suspicious എന്ന് വെച്ചാൽ എന്താ? ഈ തക്കാളിക്ക് എന്തോ ഒരു കള്ളത്തരണ്ട്. Okay, it must be hiding dash acid. തക്കാളി ഏതോ ഒരു ആസിഡിനെ ഒളിപ്പിച്ച് വെച്ചേക്കുക. അത് ഏതാണ് ആസിഡ് എന്ന് എഴുതുക. തക്കാളിയിലുള്ള ആസിഡ് ഏതാന്ന് എഴുതിയാൽ മതി. ഇനി താര പോക്ഡ് ഹർ കേർഡ്. പോക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കുത്തി നോക്കുക എന്ന് പറയില്ലേ? യെസ്, കുറച്ച് തൈര് ഇരിപ്പുണ്ടായി. ആ തൈര് ഇങ്ങനെ കുത്തി നോക്കിയിട്ട് പറയാ, ഹലോ ബൗൺസി ബ്ലോബ് ഓഫ് ഡാഷ് ആസിഡ്. തൈരിലുള്ള ആസിഡ് ഏതാന്ന് എഴുതുക. തൈരിലുള്ള ആസിഡ് ഏതാണ് എന്ന് എഴുതുക. ലാസ്റ്റ് വൺ. രവി dipped a chip. രവിയുടെ കയ്യില് ഒരു ചിപ്സ് ഉണ്ടായി. ആ ചിപ്സ് ടാമറിൻഡ് കൊണ്ട് ഉണ്ടാക്കി ഒരു ചട്നിയിൽ അങ്ങോട്ട് മുക്കി, എന്നിട്ട് പറയാ, വാഹ് that's a dash terror. ടാമറിൻഡില് ഏത് ആസിഡാണെന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ടാമറിൻഡിലുള്ള ആസിഡിന്റെ പേരെന്താ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. പെട്ടെന്ന് ആയിക്കോട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്.
വെരി ഗുഡ്. എല്ലാവരുടെ ആൻസർ വരുന്നുണ്ട്. എഴുതി കഴിഞ്ഞോ എല്ലാവരും? ഫുൾ ആൻസർ എഴുതി കഴിഞ്ഞോ? ഒന്ന് ക്യാമറ നോക്കിയിട്ട് വേവ് ചെയ്തേ നോക്കട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. തന്മയ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ സർ. തന്മയെ വിളിക്കാം നമുക്ക്. എഴുതി കഴിഞ്ഞെന്ന് പറയാനാണോ? യെസ്, പറ തന്മയ. ആൻസർ ചെയ്യാനാണോ? ആൻസർ ചെയ്തു അല്ല. അപ്പൊ സെക്കൻഡ് വൺ നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ? പറയാം. സോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ആൻസർ കൂടെ ഫിൽ ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് വായിച്ചു. Okay. Ravi rubbed his ant right and said, "Hey, that ant just gave me a shot of formic acid." Very good. That ant just gave me a shot of formic acid. So ഉറുമ്പൊക്കെ കടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് പോകുന്നത് ഏത് ആസിഡാ? ഫോർമിക് ആസിഡ് ആണ്. വെരി ഗുഡ്, ഗുഡ് ജോബ്, ഗുഡ് ജോബ്. യെസ്. ഇനി നമുക്ക് ആരെ വിളിക്കാം സർ? മാളവികനെ വിളിക്കാം. മാളവിക, തേർഡ് വൺ ചെയ്താലോ? തേർഡ് റോ സെക്കൻഡ് വൺ? നോ, തേർഡ് വൺ. യാ, തേർഡ് റോ തേർഡ് വൺ. ചെയ്തോ. ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ മാളവിക? ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണേ. ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഓക്കെ, ഡൺ. മാളവിക, തേർഡ് വൺ നമുക്ക് ചെയ്യാം. ചെയ്തു കഴിഞ്ഞു ഓൾറെഡി? ചെയ്തു കഴിഞ്ഞു. അപ്പൊ ആ ക്വസ്റ്റ്യനും ആൻസറും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വായിച്ചോ. This tomato is acting suspicious, said Tara. It must be hiding oxalic acid. വെരി ഗുഡ്. സോ ഒരു തക്കാളി എടുത്തിട്ട് ഈ തക്കാളിക്ക് എന്തോ കള്ളത്തരുണ്ട്, അത് ഏതോ ഒരു ആസിഡ് ഒളിപ്പിച്ചു വെക്കാന്നാ പറയുന്നത്. സോ ഏതാ കുട്ടാ? റേഞ്ച് വരുന്നില്ല, മനസ്സിലായി. ലാഗ് ആവുന്നുണ്ട് മോന്റെ വോയിസ്. ഓക്കെ, മോൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആട്ടോ. ഇറ്റ് മസ്റ്റ് ബി ഹൈഡിങ് ഓക്സാലിക് ആസിഡ്. സോ തൈരിലുള്ള ആസിഡ് ആണ് ഓക്സാലിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് ലിയോൺ ഉണ്ട്. ലിയോൺ, ബോയ്സിനെ വിളിക്കാം നമുക്ക് ഇനി കുറച്ച്. ലിയോൺ, യെസ്. ഹായ് ലിയോൺ. ഫോർത്ത് വൺ നമുക്ക് ആൻസർ ചെയ്താലോ? അപ്പൊ വായിച്ചോ. Tara pounded her hair total and hello bouncy blob of dash acid. Dash lactic. അത് തന്നെ മനസ്സിലായി മിസ്സിന് കിട്ടിയത്. ലാക്റ്റിക് പറഞ്ഞേ. ലാക്റ്റിക്. അതായത് ഇത് സി ആണെങ്കിലും നമ്മൾ എങ്ങനെയാന്ന് അറിയാം പ്രൊനൗൺസ് ചെയ്യാ? ലാക്റ്റിക് പറഞ്ഞേ. പറ. ലാക്റ്റിക്. ഇപ്പൊ CAR, കാർ എന്നല്ലേ നമ്മൾ പറയാ, സാർ എന്നല്ലല്ലോ, കാർ. അതേപോലെ ലാക്റ്റിക്. ഓക്കെ, വെരി ഗുഡ്. ലാക്റ്റിക് ആസിഡ്. കറക്റ്റ് ആട്ടോ, മെഡിക്കൽ. ലാക്റ്റിക് ആസിഡ്. ഇനി സർ നമ്മുടെ ലാസ്റ്റ് റോയിൽ ലാസ്റ്റ് ഇരിക്കുന്നവരാ? ഏഞ്ചൽ. പറ ഏഞ്ചൽ. അയ്യടാ, സി അപ്പത്തേക്ക് ഹാൻഡ് റൈസ് ചെയ്തു. CS അല്ല, പോട്ടെ. മിസ് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഏഞ്ചൽ എവിടെ? ഏഞ്ചൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഏഞ്ചൽ. ഓ ഓക്കെ, ഓഡിയോ കണക്ട് ചെയ്തിട്ടില്ല തോന്നുന്നു അല്ലേ? അപ്പൊ എന്താ സിയെ വിളിക്കാം. സിയ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറ സിയ. യാ സിയ. രവി വായിച്ചോ. Devi dipped a chip into tamarind chutney and yelled, "Oh, that's tartaric terror." Very good. Yelled എന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു. Wow, that's tartaric terror. So tamarind ഉള്ള ചട്നിയുടെ പേരാണ് tartaric acid. Okay, tartaric acid. Alright. കണ്ടോ, നിങ്ങൾ പഠിച്ചു. വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ പഠിച്ച കാര്യങ്ങളൊക്കെ എന്തായി നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യുകയും ചെയ്തു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി മിസ് ക്വിക്ക് ആയിട്ട് ഈ പഠിച്ച കാര്യങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്ത് തരട്ടെ. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എവിടെ വെച്ചിട്ടാ? ആസിഡ്സ് വെച്ചിട്ടാ അല്ലെ? എന്തായിരുന്നു മിസ് ആസിഡിന്റെ ഡെഫിനിഷൻ പറഞ്ഞു തന്നത്? ആരാ മിസ്സിന് പറഞ്ഞു തരാ? സർ ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തേ.
ജാൻവി. പക്ഷെ ജാൻവിനെ വിളിക്കുന്നതിന് മുന്നേ റസിൻ ഹാൻഡ് റൈസ് ചെയ്തു. റസിൻ പറ, റസിൻ എന്താ ആസിഡ്സ് എന്ന് വെച്ചാ? Chemical substance which have sour taste. Very good. The chemical substances which have a sour taste. ഭയങ്കര പുളിയാണെങ്കിൽ നമ്മൾ അവരെ എന്തെന്ന് വിളിക്കും? നമ്മൾ അവരെ ആസിഡ് എന്ന് വിളിക്കും. മെടുക്കൻ. ഇനി നമുക്ക് എത്ര ടൈപ്പ് ആസിഡ്സ് ഉണ്ട് ജസ്രിയ? സർ ജസ്രിയ അൺമ്യൂട്ട് ചെയ്യാം. യെസ്, പറഞ്ഞു ജസ്രിയ, എത്ര ടൈപ്സ് ഓഫ് ആസിഡ് ഉണ്ട്? Organic acid, inorganic acid. പിന്നല്ല, we have organic acids and inorganic acids. അപ്പൊ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ജസ്രിയോട് അല്ലോട്ടെ, വേറെ ആളോട്. Which acid is also known as mineral acid? ഏത് ആസിഡാ മിനറൽ ആസിഡ് എന്ന് അറിയപ്പെടുന്നത്? ആര് വിളിക്കണം സോ? വില്യം. വില്യം ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആ, തന്മയ ഓൾറെഡി കമന്റ് ബോക്സിൽ പറഞ്ഞു. വെരി ഗുഡ്. വില്യം എവിടെ പോയി സർ? വില്യം പോയി. ഓൾറൈറ്റ്. അപ്പൊ പിന്നെ ആര് വിളിക്കും? അർണവ്. പറ അർണവ്, ഏത് ആസിഡാ മിനറൽ ആസിഡ് എന്ന് അറിയപ്പെടുന്നത്? Inorganic acid. Very good. Inorganic acids are also known as mineral acid. Okay. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മള് കുറച്ച് ഓർഗാനിക് ആസിഡ്സിന്റെ എക്സാമ്പിൾസും കണ്ടു അല്ലെ? എന്നിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുള്ളൂ. ഈ പഠിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലാവാതെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. എന്തെങ്കിലും കൺസേൺസോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. നിങ്ങൾ ഉണ്ടോ? ഇല്ല, പഠിച്ചതെല്ലാം മനസ്സിലായി? അങ്ങനെയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. എന്ത് ചെയ്യാ? ഓടിപ്പോവാ, ഫുഡ് കഴിക്കുക, നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഓക്കെ, ബൈ.